നോർത്ത് പറവൂർ വിശുദ്ധ കൊത്തലങ്കോ ദേവാലയത്തിൽ വിശുദ്ധ ജോസഫ് കൊത്തലങ്കോയുടെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി നടന്നു. തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ ദേവാലയത്തിൽ എത്തിച്ചേർന്ന കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിനെ വികാരി ഫാദർ ജോൺ പോൾ കുരിശിങ്കലിന്റെ നേതൃത്വത്തിൽ തിരുനാൾ കമ്മിറ്റിക്കാരും പ്രസിദ്ധേന്തിമാരും ചേർന്ന് സ്വീകരണം നൽകി. തുടർന്ന് ബിഷപ്പ് പുത്തൻവീട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ പൊന്തിഫിക്കൽ ദിയോബലി നടന്നു. നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ സുദിനമാണ് വിശുദ്ധ ജോസഫ് ബെനഡിക്ട് കൊത്തലങ്കോയുടെ തിരുനാൾ ആഘോഷം കൊണ്ടാടുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൊത്തലങ്കോ സഭ ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ വൈദികരുണ്ട്, ഇവിടെ സിസ്റ്റേഴ്സുണ്ട്, ബ്രദേഴ്സുണ്ട്. ഇവരുടെ കൂട്ടായ്മയിൽ നമ്മൾ ഒരുപാട് സേവനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന് നമുക്ക് ഇവരെ ഓർത്ത് ആദ്യമായിട്ട് നന്ദി പറയാം. നമുക്ക് കൊത്തലങ്കോ സഭയിലൂടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും നൽകിയത്, അതുപോലെ ഈ ബ്രദേഴ്സൊക്കെ നോക്കുന്ന നമ്മുടെ മക്കൾ, ഇവരെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോസഫ് കൊത്തലങ്കോ തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ഈ തരുണത്തിൽ ഓർക്കാം. ഒന്നാമതായിട്ട് ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ജനക്കൂട്ടത്തോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങൾ എന്ത് ഭക്ഷിക്കും, നിങ്ങൾ എന്ത് കുടിക്കുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് ഓർത്ത് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ശരീരത്തെക്കാളും ജീവനും ശരീരത്തിനൊക്കെ വസ്ത്രത്തെക്കാളും ഭക്ഷണത്തെക്കാളൊക്കെ വിലപിടിപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പിന്നീട് ചോദിക്കുന്നത് ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അറപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എങ്ങനെയാണ് അവരെ പരിപാലിക്കുന്നത്? അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠരാണ് നിങ്ങൾ. വിലമതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരെന്ന് ഈ ഒരു കാഴ്ചപ്പാടായിട്ട് മറ്റു മനുഷ്യരോട് അനുകമ്പ തോന്നുക. മത്തായിയുടെ സുവിശേഷം തന്നെ 25-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ മുഖം മറ്റു മനുഷ്യർ കാണുവാനായിട്ട് ഈ വിശുദ്ധൻ നമ്മെ പ്രചോദിപ്പിക്കുക. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ 2 മനോഭാവങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് പരിശ്രമിക്കാം. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ വചനപ്രഘോഷണം നടത്തി. ദിവ്യബലിയെ തുടർന്ന് ആയിരങ്ങൾ പങ്കെടുത്ത നേർച്ച സദ്യയുടെ ആശീർവാദവും വിതരണോദ്ഘാടനവും ബിഷപ്പ് നിർവഹിച്ചു.
CJ Joy, City Voice, News Bureau, North Paravur.